ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. അതിരപ്പള്ളി പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം. പരിസ്ഥിതി സൗഹൃദമായി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷയം മുന്നണി ചർച്ച ചെയ്തു. ചർച്ച നടന്നിട്ടില്ലെന്ന് കാനം. ജനാഭിപ്രായം പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്ന് VS. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. തീരുമാനം ഏകകണ്ഠമെന്ന് ഉമ്മൻചാണ്ടി. പാർട്ടിയുടെ പ്രതാപം തിരിച്ചുപിടിക്കുമെന്ന് രമേശ്. പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് ധാരണ ഉണ്ടാക്കിയതിൽ കെ മുരളീധരന് അതൃപ്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടുമായി തുറന്ന ചർച്ച വേണമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ നിലപാട് തിരുത്തണമെന്ന് ഉമ്മൻചാണ്ടി. നിലപാട് മാറ്റം ദുരൂഹമെന്ന് സുധീരൻ. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടുന്നതിനെ എതിർത്ത് BJP. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഹൈദരാബാദ് ലാബോറട്ടറിയുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറി. ആസൂത്രിത കൊലപാതകമെന്ന ആരോപണം ആവർത്തിച്ച് കലാഭവൻ മണിയുടെ കുടുംബം. IPL ഫൈനൽ ഏതാനും നിമിഷങ്ങൾക്കകം. ബാംഗ്ലൂരും ഹൈദരാബാദും ഏറ്റുമുട്ടും. മത്സരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുടെ പേരിൽ CPIM-ഉം CPI-യും തുറന്ന പോരിലേക്ക്. LDF ചർച്ച ചെയ്ത അതിരപ്പള്ളി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. എന്നാൽ പ്രകടന പത്രികയിൽ ഇല്ലാത്ത അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള പദ്ധതികളെ സംബന്ധിച്ച പരസ്യ പ്രസ്താവന ഉചിതമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുറന്നടിച്ചു. താൻ മന്ത്രിസഭയിൽ ഉള്ളിടത്തോളം കാലം പദ്ധതി നടപ്പാകില്ലെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. 1997 താൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴാണ് അതിരപ്പള്ളി പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതിയുടെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാട് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത നഷ്ടപ്പെടുത്താതെയും പദ്ധതി നടപ്പിലാക്കാനാകും. LDF പദ്ധതി ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിരപ്പള്ളിയോടുള്ള എതിർപ്പ് രാഷ്ട്രീയമാണെന്നും പാരിസ്ഥിതിക വിഷയങ്ങളല്ലെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. അത് യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക പ്രശ്നമായിരുന്നില്ല, രാഷ്ട്രീയം മനസ്സിൽ വെച്ച് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ആ കേസ് നീണ്ടുപോയി. പിന്നെ വീണ്ടും പാരിസ്ഥിതിക പരിശോധനയുടെ ഘട്ടം വന്നു. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ തവണ ഈ പാരിസ്ഥിതിക അനുമതി തന്നെ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയും നൽകുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിരപ്പള്ളി പദ്ധതിയോടുള്ള എതിർപ്പിൽ മാറ്റമില്ലെന്ന് CPI നേതാക്കൾ അറിയിച്ചു. LDFന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത വാഗ്ദാനങ്ങൾ മന്ത്രിമാർ പ്രഖ്യാപിക്കുന്നത് ഉചിതമല്ലെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ മന്ത്രിമാർക്ക് പ്രഖ്യാപിക്കാം. അതിനപ്പുറം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് LDFലെ ചർച്ചകൾക്ക് ശേഷം മാത്രം അതെന്നാണ് ശരി, ഉചിതം. അതിരപ്പള്ളി പദ്ധതിയെ LDFലും മന്ത്രിസഭയിലും ശക്തമായി എതിർക്കാനും CPI നേതാക്കൾക്കിടയിൽ ധാരണയായി. ഇതിനിടയിൽ താൻ മന്ത്രിസഭയിൽ ഉള്ളിടത്തോളം കാലം അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കില്ലെന്ന് മന്ത്രി സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. പിണറായി വിജയൻ മന്ത്രിസഭ അധികാരമേറ്റെടുത്ത് ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പാണ് LDFലെ പ്രബല കക്ഷികളായ CPM-ഉം CPI-യും തമ്മിലുള്ള തുറന്ന പോര് ആരംഭിച്ചിരിക്കുന്നത്. ദില്ലിയിൽ നിന്നും M ഉണ്ണികൃഷ്ണനൊപ്പം B ബാലഗോപാൽ, റിപ്പോർട്ടർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാടിന്റെ സഹായത്തോടെ മാത്രമേ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനാകൂവെന്ന് പിണറായി കൂട്ടിച്ചേർത്തു. അതേസമയം സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി അട്ടിമറിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏകപക്ഷീയമായ നിലപാടെടുക്കാൻ സംസ്ഥാനത്തിനാകില്ലെന്നാണ് വിശദീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്യക്തമാക്കി. കേരളവും തമിഴ്നാടും തമ്മിൽ ഇക്കാര്യത്തിൽ തുറന്ന ചർച്ച ആവശ്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ ഡാം നമുക്ക് ഏകപക്ഷീയമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല. നമ്മൾ നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിൽ തന്നെ 2 സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ച് പുതിയ ഡാമാണ്. അപ്പോൾ നമ്മൾ ഒറ്റക്ക് പുതിയ ഡാം കെട്ടിക്കളിയാന്ന് വിചാരിച്ച് പുറപ്പെട്ടാൽ നമുക്ക് കെട്ടാൻ കഴിയില്ല. അതിനൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങളില്ലേ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൊക്കെ പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നതാണ് നല്ലത്. സംഘർഷങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത്. ഇതിലാണ് ഞാൻ ഇന്നലെ ഊന്നിയത്. അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. മുല്ലപ്പെരിയാറിലെ ഡാമിന് ബലക്ഷയമില്ലെന്ന പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഏറെ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. സർവകക്ഷി യോഗത്തിൽ ആലോചിക്കാതെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ നിലപാട് മാറ്റിയത് എങ്ങനെയെന്ന് ഉമ്മൻചാണ്ടി ആരാഞ്ഞു. വാട്ടർ ഫോർ തമിഴ്നാട്, സേഫ്റ്റി ഫോർ കേരള, അതിന് വ്യത്യസ്തമായി ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ താല്പര്യം, കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സഹായകരമായിട്ടുള്ള തീരുമാനം എടുക്കണം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ VS അച്യുതാനന്ദൻ നിലപാട് വ്യക്തമാക്കണമെന്നായിരുന്നു മുൻ ജലവിഭവ മന്ത്രി NK പ്രേമചന്ദ്രന്റെ ആവശ്യം. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശനും ഫേസ്ബുക്കിൽ കുറിച്ചു. റിപ്പോർട്ടർ, ദില്ലി, തിരുവനന്തപുരം. ചർച്ചയിൽ ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ PM മനോജ്, കോൺഗ്രസ് നേതാവ് ശ്രീ TN പ്രതാപൻ,
ഡോക്ടർ വി.എസ്. വിജയൻ ജൈവവൈവിധ്യ ബോർഡിൻ്റെ മുൻ ചെയർമാൻ, ഒപ്പം മാധവ് ഗാഡ്ഗിൽ സമിതി അംഗമായിരുന്നു അദ്ദേഹം. ശ്രീ സി.പി. റോയ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ ചെയർമാനാണ്. ഒപ്പം ശ്രീ എം.ജി. സുരേഷ് കുമാർ CPIM അനുകൂല KSEB എഞ്ചിനീയേഴ്സ് സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ PM മനോജ്, ഹണിമൂൺ കാലത്ത് തന്നെ LDFൽ കലഹം തുടങ്ങിയിരിക്കുകയാണ്. CPIMഉം CPIയും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഭിന്നാഭിപ്രായമുള്ളവരാണ്. ഇപ്പോൾ മന്ത്രിമാർ പരസ്യമായി അഭിപ്രായം പറയുന്ന നില, മുഖ്യമന്ത്രി അതേക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നു, CPIയുടെ സംസ്ഥാന സെക്രട്ടറി മറിച്ചൊരു അഭിപ്രായം പറയുന്നു. എങ്ങനെയാണ് ഈ തർക്കം പരിഹരിക്കുക? ഇതൊരു കലഹമല്ല, തർക്കമല്ല. അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ വർത്തമാനം ഉണ്ടായത്. അതിരപ്പള്ളി പദ്ധതി ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. എനിക്കറിയാം 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണത്. ആ പദ്ധതി 2 തവണ പാരിസ്ഥിതിക അനുവാദം വാങ്ങിയിട്ടുള്ളതാണ്. ഈ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള പരിസ്ഥിതി നാശമോ വനനാശമോ അതിലില്ല. വളരെ കൃത്യമായി ജനനിബിഡമായ ജനവാസ കേന്ദ്രങ്ങൾ ഒരിടത്തും തകർക്കപ്പെടാത്ത, ഒരിടത്തും മുങ്ങിപ്പോകാത്ത വനമേഖല, ഒരിടത്തും നമ്മൾ പറയുന്ന പോലെ പിന്നെ ഒരുപാട് ആവാസ കേന്ദ്രങ്ങൾ, അതുപോലെ പിന്നെ നൈസർഗികമായ വനമേഖല, ഇതൊന്നും മുങ്ങിപ്പോകാത്ത ശാസ്ത്രീയമായി നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ വലിയ തോതിൽ ഊർജ്ജരംഗത്ത് ശോചനീയമാണ്. ഈ അവസ്ഥ മറികടക്കണമെങ്കിൽ 8 രൂപയും 9 രൂപയും കൊടുത്ത് കായംകുളം പോലുള്ള പദ്ധതിയിൽ നിന്നും, അതുപോലെ കേരളത്തിൻ്റെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങേണ്ട ഗതികേടിലാണ് കേരളം ഉള്ളത്. അതിന് പകരം ജലവൈദ്യുത പദ്ധതി, ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിക്ക് നമുക്ക് 20 പൈസയാണ് ഒരു യൂണിറ്റിന് ചിലവ് വരും. 20 പൈസ കുറഞ്ഞ ചിലവേ വരൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കേരളത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച്, സാധ്യതയ്ക്കനുസരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. അത് എങ്ങനെ? നമ്മുടെ ജലസമൃദ്ധമാണ്, നദികളുണ്ട്, 100-ലധികം നദികളുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഈ നദികളെ ശാസ്ത്രീയമായി നമ്മുടെ നാടിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന ഗൗരവമായ ആലോചന നമ്മൾ നടത്തുന്നില്ല. അങ്ങനെ ഒരു ആലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അതിരപ്പള്ളിയിൽ ആ വെള്ളച്ചാട്ടം സംരക്ഷിച്ചുകൊണ്ട് തന്നെ 163 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഒരു ജലവൈദ്യുത പദ്ധതി അവിടെ ആരംഭിക്കാം എന്ന ധാരണയുണ്ടായത്. അത് കേരളത്തിൻ്റെ ഇന്നത്തെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. ആ മാർഗം അടച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു ഊർജ്ജ ലഭ്യതയുടെ നൈസർഗികമായ ഏതെങ്കിലും ഒരു മാർഗം അടച്ചുകൊണ്ടുള്ള ഒരു ചർച്ച പാടില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ 163 മെഗാവാട്ടിന്റെ പദ്ധതി യാഥാർത്ഥ്യമായാൽ തന്നെ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒറ്റമൂലിയാകില്ല. അതൊരു ഷെയറേ വരുന്നുള്ളൂ. അത് നിൽക്കട്ടെ. ഇവിടെ ഇതിന് രാഷ്ട്രീയം പരിശോധിച്ചാൽ CPIക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ എതിരഭിപ്രായം നേരത്തെ ഉണ്ട്. ഈ സർക്കാർ അധികാരം ഏൽക്കുന്ന വേളയിൽ മാത്രം പറയുന്നതല്ല. ശരിയാണ്, കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത്, LDF സർക്കാരുകളുടെ കാലത്ത് തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി ശ്രമം നടത്തിയതാണ് കാര്യമായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ അതിനു മുൻപ് CPI, അതിൻ്റെ സംസ്ഥാന നേതൃത്വം വളരെ ശക്തമായി ഈ പദ്ധതി നടപ്പാക്കാനാകില്ല എന്ന നിലപാടെടുക്കുന്നു. സ്വാഭാവികമായും അണികളോടുകൂടി ഉത്തരം പറയേണ്ട ബാധ്യത ആ പാർട്ടിക്കുണ്ടല്ലോ. അധികാരത്തിലെത്തിയാൽ ഉടൻ ഇനി ഇപ്പോൾ CPIM പറയുന്നത് പോലെ എന്ന് നിലപാട് മാറ്റാൻ അവർക്കൊക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ മുന്നണിക്കകത്ത് ആദ്യം ഒരു സമവായത്തിലെത്തി എല്ലാ ആളുകളെയും വിശ്വാസത്തിൽ എടുക്കാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുക? അല്ല, CPIയും CPMഉം തമ്മിൽ അടിസ്ഥാനപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എക്കാലത്തുമുണ്ട്. CPI പറയുന്നത് ദേശീയ ജനാധിപത്യ വിപ്ലവമാണ്, CPM പറയുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. അത് തന്നെ ഏറ്റവും കൃത്യമായ അഭിപ്രായ ഭിന്നതയാണ്. അങ്ങനെ അടിസ്ഥാനപരമായ രാഷ്ട്രീയപരമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണി രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ 2 പാർട്ടികളും ഒരേ അഭിപ്രായത്തിലാണ് നിൽക്കേണ്ടതെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനാവില്ല. ഈ CPIയിൽ ഇത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാകാം. കേരളത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ അതിരപ്പള്ളി പദ്ധതി വേണ്ടതില്ല എന്ന അഭിപ്രായം ഉണ്ടാകാം. അത് അങ്ങനെ ഒരു തർക്കം വരുമ്പോൾ സ്വാഭാവികമായും പരസ്പരം ചർച്ചയുടെയും സമവായത്തിൻ്റെയും വഴിയിൽ ഈ പദ്ധതി നടപ്പാക്കുക, അല്ലെങ്കിൽ തീരുമാനത്തിലെത്തുക എന്നതാണ്. അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു പോയതുകൊണ്ട് മുന്നണിക്കകത്ത് വലിയ കലഹമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മധുവിധു കാലത്ത് തന്നെ അടിച്ചു പിരിയുകയാണ് എന്ന ധാരണയൊന്നും ആർക്കും CPIMന്റെ നിലപാടെന്ന് മനസ്സിലാക്കാം. CPIയുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ശ്രീ TN പ്രതാപൻ, UDF സർക്കാരാണ് പരിസ്ഥിതി അനുമതിക്കായി ഏറ്റവും ഒടുവിലായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചത്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നു. UDF സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കിയാൽ കൊള്ളാം എന്ന ഒരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് മാറുന്ന താല്പര്യം പോലുമല്ല.
163 മെഗാവാട്ടിൻ്റെ പദ്ധതിയാണ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായി അത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യുത ഉൽപ്പാദനം നോക്കൂ, എത്രയോ കാലമായി നമ്മുടെ ഉപഭോഗവും ഉൽപ്പാദനവും തമ്മിലുള്ള വലിയ അന്തരം നിലനിൽക്കുകയാണ്. അത് മറികടക്കാൻ കഴിയില്ല എങ്കിൽ പോലും ആശ്വാസകരമായിരിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പദ്ധതി എതിർക്കേണ്ടതുണ്ടോ? അതെ, UDF ഗവൺമെന്റ് കാലത്തും ഈ പദ്ധതി വേണമെന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായി വാദിച്ചപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പദ്ധതി വരുമ്പോഴുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ പദ്ധതിക്ക് വേണ്ടി 163 മെഗാവാട്ട് വൈദ്യുതിക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി പോകുന്ന പണം, ആ പണത്തിൽ നിന്നും കിട്ടാനിടയുള്ള വൈദ്യുതി, അതേപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള നൈസർഗികമായ പ്രകൃതി വിഭവങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ശോഷണം, ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിനകത്തും UDFിനകത്തും ഞങ്ങൾ തന്നെ ഈ പദ്ധതിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബദൽ നിർദ്ദേശം മുന്നോട്ട് കൊണ്ട് വെക്കുകയുണ്ടായി. ഞങ്ങൾ മാത്രമല്ല, CPI കോൺഗ്രസിനകത്ത് ഞങ്ങളെപ്പോൾ ഒരു വിഭാഗം മാത്രമല്ല, കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നന്നായി പഠനം നടത്തിയ ഒരുപാട് ജനകീയ സമിതികൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ, പിന്നെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ, പച്ച മനുഷ്യരുടെ വികാരങ്ങൾ അറിയുന്ന മറ്റ് ആളുകൾ, ഇവരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടപ്പോ വെള്ളച്ചാട്ടത്തിന്റെ ഗമനാഗമനങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ അവിടെ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുമെന്നാണ് അദ്ദേഹം ഇതിന് പത്രസമ്മേളനത്തിൽ കേൾക്കാനിടയായത്. നമുക്ക് ആകെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിരൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡാമുകളിൽ ഇപ്പോൾ തന്നെ ഏകദേശം 6 മാസക്കാലത്തോളം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വെള്ളം പലപ്പോഴും ലഭിക്കുന്നില്ല. ഈ രീതിയിൽ നിലവിലുള്ള നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ തന്നെ അത് എത്ര മെഗാവാട്ട് ഉദ്ദേശിച്ചിട്ടാണോ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിച്ചത്, അതിൽ നിന്നും അത് പൂർണ്ണമായും ഇത്രയും കാലമായി നമുക്ക് അത്രയും വൈദ്യുതി ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിലവിലുള്ളവ സമ്പൂർണ്ണമാക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ തടസ്സങ്ങളെല്ലാം ഇവിടെ ഡോക്ടർ വിജയനെ പോലുള്ള ആളുകൾ, ഇവിടെ ബഹുമാനരായ വിജയനെ പോലുള്ള ആളുകൾ കൂടി ഇരിക്കുന്നത്, അദ്ദേഹം പോലെ ആളുകൾ കുറെ കൂടി നന്നായി സ്റ്റഡിയുടെ കാര്യം പറയും, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറയും. ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഫിനാൻഷ്യലി വയബിൾ അല്ല, അതേപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്ന മെഗാവാട്ട് അവിടെ നിന്ന് കിട്ടാനറിയില്ല. ഇതെല്ലാം ബോധ്യമായിട്ടും നമ്മൾ ഇതിനു വേണ്ടി ശരി, അങ്ങനെയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ VS വിജയൻ, താങ്കൾ മാധവ് ഗാഡ്ഗിൽ സമിതി അംഗമായിരുന്നു. ആ സമിതിയുടെ കൂടി നിലപാട് പരിഗണിച്ചാണ് വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ അനുമതി പിൻവലിക്കുകയുണ്ടായത്. അന്ന് ജയറാം രമേശിൻ്റെ കാലത്ത്, അദ്ദേഹം പരിസ്ഥിതി മന്ത്രി ആയിരുന്ന കാലത്ത് ഒരുപക്ഷെ അദ്ദേഹം കൂടി വ്യക്തിപരമായ താല്പര്യമെടുത്ത് ആ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ആ പദ്ധതി യാഥാർത്ഥ്യമായേനെ. വീണ്ടും ഒരു LDF സർക്കാർ വരികയാണ്. ഇപ്പോൾ പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് അനുകൂല സമീപനമാണ് ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നു. വിദഗ്ധ സമിതി പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. അതിരപ്പള്ളി പദ്ധതി പരിസ്ഥിതി സൗഹാർദ്ദപരമായി നടക്കില്ലേ? അതിരപ്പള്ളി പദ്ധതി പരിസ്ഥിതി സൗഹാർദ്ദമായി നടക്കില്ല എന്ന് ചോദിച്ചാൽ നടക്കില്ല. കാരണം 140 ഹെക്ടർ കാട് നശിപ്പിച്ചതിന് ശേഷം മാത്രമേ അവിടെ ഒരു റിസർവോയർ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പരിസ്ഥിതി നശിപ്പിക്കാതെ ചെയ്യുന്ന പ്രശ്നമില്ല, നശിപ്പിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം ഒന്ന്, അവിടുത്തെ ജനങ്ങൾക്ക് ഈ പദ്ധതി വേണോ വേണ്ടേ എന്നുള്ളതാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി അവിടെ പോയിട്ട് പഞ്ചായത്തായിട്ട് ചർച്ച ചെയ്തു. ഒരു പബ്ലിക് ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയേഴ്സും മറ്റു ഗവൺമെൻറ് ഒഫീഷ്യൽസും ആയിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു. 3 തരത്തിൽ ചർച്ച നടത്തി. പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലും ഇത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. 2, പബ്ലിക് ചർച്ചയിൽ ഒരാൾ പോലും ഇത് വേണമെന്ന് പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ഒരാൾ മാത്രമാണ്. മൂന്നാമത്തെ ചർച്ച നടത്തിയത് ഒരു ഹോട്ടലിൽ വെച്ചാണ്. അവിടെ ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു, ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ ആൾക്കാരുണ്ടായിരുന്നു, ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലെ ആളുണ്ടായിരുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ വന്ന് ചർച്ച ചെയ്തപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് മെമ്പേഴ്സ് ആദ്യം പദ്ധതി എന്താണെന്ന് പറഞ്ഞു, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പിൽ. അപ്പോൾ അതിനെതിരായിട്ട് ആദ്യം പറഞ്ഞത് ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയിലെ
മിസ്റ്റർ രവിയാണ് അതിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞത് ഇതൊരിക്കലും സാധ്യമല്ല. ഇപ്പോൾ അവിടെ കിട്ടുന്ന ജലം അനുസരിച്ചിട്ട്, ജലത്തിൻ്റെ കണക്കനുസരിച്ചിട്ട്, അത് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ തന്ന ആ കണക്കനുസരിച്ചിട്ട് 161 മെഗാവാട്ട്സ് ഉണ്ടാക്കാനുള്ള വെള്ളം അവിടെ കിട്ടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ഒരു പ്രാവശ്യമല്ല, അദ്ദേഹം 3 ഡോക്ടർ വി എസ് വിജയൻ ഏറ്റവും ഒടുവിൽ നടത്തിയ പഠനം, അതിൽ കേന്ദ്ര ജല കമ്മീഷൻ പറയുന്നത് പക്ഷേ അവിടെ ജലലഭ്യത ഉണ്ട് എന്നാണ്. 1055 ദശലക്ഷം ഘന അടി ജലലഭ്യത ഉണ്ട് ചാലക്കുടി പുഴയിൽ. 7.56 ക്യൂബിക് മീറ്റർ ജലം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. 6.25 ക്യൂബിക് മീറ്റർ ഫ്ലോ ഉണ്ടെങ്കിൽ തന്നെ പദ്ധതി നടപ്പാക്കാം, ഒരു വൈദ്യുത പദ്ധതി ഒരു നദിയിൽ നടപ്പാക്കാം എന്നാണ്. ജല കമ്മീഷൻ ഇവിടെ ജലലഭ്യത ഉണ്ട് എന്ന് പറയുന്നു. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി പച്ചക്കൊടി കാണിക്കുന്നു. ഇനി പാരിസ്ഥിതിക അനുമതി കിട്ടിയാൽ മതി. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഉണ്ട് എങ്കിൽ അവിടെ ഒരു വൈദ്യുത പദ്ധതി വരും. അല്ലല്ല, ഇവിടെ പ്രശ്നം അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ടൊരു പ്രധാന ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ട്. അതിന് ഇലക്ട്രിസിറ്റി ബോർഡിലെ മെമ്പേഴ്സിന് അതിന് മറുപടി പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 3 സന്ദർഭങ്ങളിൽ ഇതേ ചോദ്യം ഉണർന്നു. അപ്പോൾ അന്ന് പറഞ്ഞത് ഇത്രയും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് 161 മെഗാവാട്ട്സ് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അതിന് മറുപടി ബോർഡിൽ ഒരു മെമ്പേഴ്സിനും ഒരു എക്സ്പെർട്സിനും പറയാൻ പറ്റിയിട്ടില്ല. അതൊന്ന്. 2, ഇപ്പം നമുക്ക് ആവശ്യം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ജലവൈദ്യുത പദ്ധതി കൂടി തന്നെ വേണമോ എന്നാണ് തീരുമാനിക്കേണ്ടത്. ജലവൈദ്യുത പദ്ധതിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പരിസ്ഥിതി നശിപ്പിച്ചിരിക്കും, അതിൽ സംശയമില്ല. മിസ്റ്റർ മനോജ് എന്തൊക്കെ പറഞ്ഞാലും 140 ഹെക്ടർ ഫോറസ്റ്റ് നശിഞ്ഞു പോകും. ഇതാണ് വാസ്തവം. അതിലേക്ക് ഒന്നുകൂടി വരാം. ഡോക്ടർ വിജയൻ, വൈദ്യുതി രംഗത്തെ വിദഗ്ധർക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണമല്ലോ. ശ്രീ MG സുരേഷ് കുമാർ, 163 മെഗാവാട്ട് വൈദ്യുതി ഈ ഒരു ജലവൈദ്യുത പദ്ധതി ഇനി കമ്മീഷൻ ചെയ്ത് അത് പ്രാവർത്തികമാകുന്നതോടെ കിട്ടും എന്ന് വിചാരിക്കുക. അത് കേരളത്തിൻ്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഏതെങ്കിലും തരത്തിൽ പരിഹാരമുണ്ടാക്കുന്ന ഒന്നാണോ എന്ന ആദ്യത്തെ ചോദ്യം. ഇവിടെ നമ്മളുടെ ചെലവ് എന്നുള്ളത് പാരിസ്ഥിതികമായ ഘടകങ്ങളെ കൂടിയെടുത്താൽ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ ഒരു പ്രദേശമാണ് ഈ ചാലക്കുടി പുഴ ഇരിക്കുന്ന പ്രദേശം. അവിടെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കുന്നതിൻ്റെ നഷ്ടം അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ചെലവ് എന്നുള്ളത് നമ്മൾ ഈ മുടക്കുന്ന പണത്തിൻ്റെ എണ്ണം മാത്രം നോക്കി കണക്കാക്കേണ്ട ഒന്നുമല്ല. അങ്ങനെ ഇരിക്കെ കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്തിന് ഏതെങ്കിലും പോസിറ്റീവായ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന ഒന്നാണോ ഈ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി? 163 മെഗാവാട്ട് പദ്ധതിയിൽ നിന്ന് നമുക്ക് പ്രതിവർഷം ശരാശരി 300 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് കിട്ടുക. കേരളത്തിന്റെ മൊത്തം ആവശ്യകതയിൽ 300 മില്യൺ യൂണിറ്റ് എന്ന് പറയുന്നത് വലിയതൊന്നുമല്ല. പക്ഷേ ഈ 300 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ പലപ്പോഴും 8 രൂപ വില വരുന്നുണ്ട്. 8 രൂപ വെച്ച് 300 മില്യൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 250-300 കോടിയോളം രൂപയുടെ ചെലവ് വരുന്നുണ്ട്. ആ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് എന്നത് കൊണ്ടും കൂടിയാണ് അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കണം എന്ന് പറയുന്നത്. അപ്പം പദ്ധതി എന്ന് പറയുന്ന സാധനം ചെറുതായാലും വലുതായാലും അതിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഒരു പദ്ധതി കൊണ്ട് മാത്രം കേരളത്തിലെ മുഴുവൻ ഊർജ്ജ ആവശ്യകതയും നിറവേറ്റി കളയാം എന്ന നിലയ്ക്ക് നമുക്ക് പദ്ധതികളെ കാണാൻ കഴിയില്ല. വലുതും ചെറുതുമായ എല്ലാ പദ്ധതികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അതേസമയം തന്നെ അത് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രൂപത്തിൽ നടപ്പാക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുക എന്ന സമീപനമാണ് വൈദ്യുതി ബോർഡ് സ്വീകരിക്കേണ്ടത്. അതിന്റെ അർത്ഥത്തിൽ ഏറ്റവും പരിസ്ഥിതി സൗഹൃദപരമായി നടപ്പാക്കാൻ കഴിയുന്ന സോളാർ പദ്ധതികളെക്കാൾ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ പരിസ്ഥിതി സൗഹൃദപരമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന നിലയിലാണ് അതിരപ്പള്ളി പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ VS വിജയൻ പറഞ്ഞു 140 ഹെക്ടർ ഭൂമിയാണ് പോകുന്നത്. 104 എന്നത് അദ്ദേഹം 140 എന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കും. ആവട്ടെ, 104 ഏക്കർ ഭൂമി മാത്രമാണ് മൊത്തം വേണ്ടത്. അത് വനഭൂമിയല്ല. കണ്ണൻകുഴിയിലുള്ള പ്രോജക്ടിന്റെ പവർ ഹൗസ് ഉൾപ്പെടെ മൊത്തം പ്രോജക്ടിന് വേണ്ടി വരുന്ന ഭൂമിയാണ് 104 ഹെക്ടർ. ഇതിൽ 28.4 ഹെക്ടർ മാത്രമാണ് വനഭൂമി. ബാക്കിയുള്ള 36.8 ഹെക്ടർ വനം വകുപ്പിന്റെ കീഴിലുള്ള തേക്കും മറ്റു മരങ്ങളും വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ടീക്കൂട്ട് പ്ലാന്റേഷനാണ്. 39.2 ഹെക്ടർ എന്ന് പറയുന്നത് ഇപ്പം വെള്ളമൊഴുകുന്ന നദീതടമാണ്. എന്ന് പറഞ്ഞാൽ അത് രണ്ടും കഴിച്ച് 28.4 ഹെക്ടർ ഭൂമി 163 മെഗാവാട്ട് പദ്ധതിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെഗാവാട്ടിന് ശരാശരി 1/4 ഹെക്ടറിനേക്കാളും താഴെ വനഭൂമി ഉപയോഗിക്കുന്ന
ഒരു പദ്ധതി കേരളത്തിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് പോലും കഴിയില്ല. മീൻവന്നത്ത് 3.5 മെഗാവാട്ടിന്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് അവിടെ 11 ഹെക്ടർ വനഭൂമി ഉപയോഗിച്ചിട്ടാ 3.5 മെഗാവാട്ട് ഉണ്ടാക്കുന്നത്. അതിനേക്കാളും ചെറുകിട ജലവൈദ്യുത പദ്ധതികളെക്കാളും പലപ്പോഴും സോളാർ പദ്ധതികളെക്കാളും കുറഞ്ഞ അളവിൽ മാത്രം വനഭൂമി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയെ തെറ്റിദ്ധാരണാപരമായ രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ജഡ്ജിയായി വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ഗാർഗി കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായത്. റൈറ്റ്, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ വിമർശനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ CP റോയ്, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു റിസർവോയർ ഉണ്ടാക്കാതെ ജലവൈദ്യുത പദ്ധതി എന്നുള്ളത് പ്രായോഗികമാണോ എന്നറിയില്ല. ചാലക്കുടി പുഴ പോലെയുള്ള ജൈവ വൈവിധ്യ കേന്ദ്രമായ ഒരു പുഴ, വളരെ സൗന്ദര്യം ഉള്ള ഒരു വെള്ളച്ചാട്ടം, ഇതിരിക്കുന്ന പുഴയിൽ ഒരു റിസർവോയർ ഉണ്ടാക്കി അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക, അത് കേരളത്തിൻ്റെ വൈദ്യുതി ഉൽപ്പാദന ശേഷിയെ അല്പം മെച്ചപ്പെടുത്തുക എന്നുള്ളത് നല്ല ഒരു പദ്ധതിയാണോ താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം കൂട്ടുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഓരോ ചെറിയ പദ്ധതികളും, ഇപ്പോൾ ലോവർ പെരിയാർ ആണെങ്കിലും, അതുപോലെ തന്നെ ശിരുവാണി ആണെങ്കിലും, അതുപോലെ തന്നെ ആതിരപ്പള്ളി ആണെങ്കിലും ഒക്കെ ഓരോരോ ചെറിയ പ്രദേശത്തിൻ്റെ കണക്കുകളാണ് ഇവർ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക നാശവും ജൈവവൈവിധ്യ നാശവും, അതുപോലെ തന്നെ നമ്മളെപ്പോഴും പരിസ്ഥിതിയെക്കുറിച്ച് ജൈവവൈവിധ്യത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ നാശവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഏത് ജലവൈദ്യുത പദ്ധതിയാണെങ്കിലും പാരിസ്ഥിതിക നാശം എന്ന് പറയുന്നത് നമുക്ക് പകരം വയ്ക്കാനാവാത്ത നഷ്ടം തന്നെയാണ്. അതുകൂടി നമ്മൾ ഈ പദ്ധതികൾക്ക് വരുന്ന ചെലവുകളുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. കേരളം ഒരു വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. ഇതിനകത്തെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് തന്നെ ജൈവ വൈവിധ്യ സമ്പുഷ്ടമായ സ്ഥലമാണ്. മാത്രമല്ല അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ പൈതൃക പട്ടികയിൽപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ചെറുതാണെന്നോ വലുതാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവരുടെ വിജയത്തിനായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതി വരുന്ന ഷോർട്ടേജ് നികത്തുക എന്നതാണ് ഭരണകൂടങ്ങളുടെയൊക്കെ ദൗത്യമെന്ന് പറയുന്നത്. പക്ഷെ ഇതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടി, ഇതേ നിലപാടിൽ തന്നെ വലിയ കോർപ്പറേറ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന വൻ പദ്ധതികളാണ് പകരം നമ്മൾ കൊണ്ടുവരുന്നത് എന്നുകൂടി ഓർക്കണം. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻ കോർപ്പറേറ്റുകളുടെ പദ്ധതി, സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള വൻ കോർപ്പറേറ്റുകളുടെ പദ്ധതി അവർക്ക് വൈദ്യുതി എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യമാണ് ഇന്ന് ഭരണകൂടം ഏറ്റെടുക്കുന്നത്. സത്യത്തിൽ ഇതല്ല ഒരു ഭരണകൂടത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത്. അതാത് പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷയും മാത്രമല്ല, നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് പകരം ഭൂമി കൊടുത്തിട്ടില്ല, മൂലമ്പള്ളിയിൽ നിന്ന് ഇറക്കിവിട്ട ആളുകൾക്ക് പകരം ഭൂമി കൊടുത്തിട്ടില്ല. ഇത്തരത്തിൽ ഇക്കോളജിക്കൽ റെഫ്യൂജീസ് ധാരാളം ഈ നാട്ടിൽ അലയുന്നുണ്ട്. പാരിസ്ഥിതിക അഭയാർത്ഥികളെ ഉണ്ടാക്കുമെന്നുള്ളതാണ് താങ്കളുടെ വിമർശനം. ശ്രീ PM മനോജ്, പൊകലപ്പാറ ആദിവാസി സെറ്റിൽമെന്റ് ഈ പദ്ധതി വന്നാൽ മുങ്ങിപ്പോകും. വനത്തിൻ്റെ കണക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കാഡർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ ഉപജീവന മാർഗം, അവരുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബാധിക്കപ്പെടുക. ഇങ്ങനെ ഈ പദ്ധതി വിമർശിക്കപ്പെടുന്നത് അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തെ പദ്ധതി ആയതുകൊണ്ട് കൂടിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയേ തീരൂ എന്ന വാശി? വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള മറ്റു ബദൽ ശ്രമങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെറിയ ചെറിയ പദ്ധതികൾ, അതുവഴി ചെറിയ തോതിലാണെങ്കിലും വൈദ്യുതോൽപാദനം കൂട്ടുക എന്ന ഒരു സമീപനം ഉണ്ടായിരുന്നുവല്ലോ. വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കാൻ മറ്റു വഴികൾ ആരാഞ്ഞുകൂടെ? പരിസ്ഥിതിയെ തൊടാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. പരിസ്ഥിതിയെ തൊടുന്നതിൻ്റെ ആഘാതം എത്ര കണ്ട് കുറയ്ക്കുക എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ നേരത്തെ MG സുരേഷ് പറഞ്ഞു, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മെഗാവാട്ട് കണക്കിൽ ഏറ്റവും കുറഞ്ഞ വനനശീകരണം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് അതിരപ്പള്ളി പദ്ധതി.
മറ്റ് സോളാർ പദ്ധതിക്ക് പോലും ഇതിൽ കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ ഭൂമി വേണ്ടി വരുന്നു, കൂടുതൽ വനനശീകരണം വേണ്ടി വരുന്നു. ഇവിടെ വളരെ നാമമാത്രം ഈ പറഞ്ഞ വനഭൂമി എന്ന് ഡോക്ടർ വിജയൻ പറഞ്ഞല്ലോ, ആ വനഭൂമി തന്നെ 1942 ക്ലിയർ ഫെല്ലിംഗ് നടത്തിയ സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഷോളയാർ വരെ ഇപ്പോൾ നമുക്ക് ട്രാമിൻ്റെ ലൈന് കാണാം. എന്താ, മരം വെട്ടി കടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ജൈവ വൈവിധ്യ പശ്ചിമഘട്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ കൃത്യമായ ചരിത്രബോധവും അതുപോലെ അവിടുത്തെ യാഥാർത്ഥ്യ ബോധവും ഉണ്ടെങ്കിൽ അത് വനനശീകരണമല്ല, അവിടെ പിന്നെയും വെച്ച് പിടിപ്പിച്ച മരങ്ങളുടെ തേക്ക് വുഡിൻ്റെ ഒക്കെ നശീകരണമാണ് ഉണ്ടാവുക. ഈ പറയും പോലെ ജൈവ വൈവിധ്യത ആകെ തകർക്കുന്ന ഒന്നായിട്ട് മാറില്ല. എന്ന് മാത്രമല്ല, കേരളത്തിൽ മറ്റ് ഇടുക്കി പദ്ധതിയുണ്ട്. ഇടുക്കി പദ്ധതി ഇല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം ഇടുക്കി പദ്ധതി നിലച്ചു പോയാൽ കേരളം തന്നെ നിലച്ചു പോകും. അങ്ങനെ ജലവൈദ്യുതി കൊണ്ട് ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ 163 മെഗാവാട്ട്, ആ 163 മെഗാവാട്ട് എല്ലാ കാലത്തും കിട്ടുമെന്ന് നമ്മൾ കാണുന്നില്ല. മഴ പെയ്യുന്ന സമയത്ത് 163 മെഗാവാട്ട് ഉൽപ്പാദനവും, അല്ലാത്ത സമയത്ത് പീക്ക് ലോഡ് സമയത്ത് 30 മെഗാവാട്ട് വരെ ഉൽപ്പാദനവും, ത്രൂ ഔട്ട് എല്ലാ സമയത്തും 3 മെഗാവാട്ട് ഉൽപ്പാദനമുള്ള പദ്ധതിയാണ് അവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ ഇന്നത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നില്ല. പക്ഷേ ചെറിയ തോതിലെങ്കിലും പ്രയോജനപ്പെടും. അത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും പരിഹാരമാകും. അതിന് കുറഞ്ഞ വനനശീകരണമേ വേണ്ടതുള്ളൂ. അല്ലാണ്ട് വനം മൊത്തം അതുപോലെ നിർത്തിക്കൊണ്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഈ സൗരോർജ്ജ പദ്ധതി പോലും നടപ്പാക്കാൻ കഴിയില്ല. മറ്റ് പല പദ്ധതികൾ നടപ്പാക്കാൻ കഴിയില്ല. ചെറുകിട പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പ്രാകൃതമായ അവസ്ഥയിലേക്ക് പോവുക എന്നതല്ല പരിസ്ഥിതിവാദം. മറിച്ച് പരിസ്ഥിതിയെ പരമാവധി കുറഞ്ഞ അളവിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ ജീവിതം സുസാധ്യമാക്കുക, സുഗമമാക്കുക എന്ന തത്വം അത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള പ്രായോഗിക സമീപനം സ്വീകരിക്കുന്നു. ശ്രീ ടി എൻ പ്രതാപൻ, വൈദ്യുതോൽപാദനം കൂട്ടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഈ വേനൽക്കാലത്ത് നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യുത ഉപഭോഗത്തിലെത്തി 70 മില്യൺ യൂണിറ്റ് ഒക്കെ കടന്നുപോയി. നോക്കൂ, ഏതാണ് ഏറ്റവും ആഘാതം കുറഞ്ഞ മാർഗം? ആണവ വൈദ്യുത പദ്ധതി സംസ്ഥാനത്ത് എവിടെയെങ്കിലും നടപ്പാക്കാൻ നമ്മൾ സമ്മതിക്കുമോ? കൂടംകുളത്തെ ആണവ പ്ലാന്റിനെതിരെ തന്നെ ഇവിടെ സമരം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഇനി താപവൈദ്യുതി എടുക്കൂ, അതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം, ഫോസിൽ ഇന്ധനത്തിൻ്റെ ആവശ്യകത, അതുണ്ടാക്കാനുള്ള ചെലവ്, ഏറ്റവും നല്ലത്, ഏറ്റവും ഇതിനെ താരതമ്യം ചെയ്താൽ പരിസ്ഥിതി സൗഹാർദ്ദപരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ജലവൈദ്യുത പദ്ധതിയാണ്. ചെലവും കുറവാണ്. സോളാറിൻ്റെ ചെലവും ഇതുപോലെ വൻകിട അടിസ്ഥാനത്തിൽ നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടും നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായല്ലോ. അപ്പോൾ വൈദ്യുതോൽപാദനം നടക്കണം എങ്കിൽ നമ്മൾ മുന്നോട്ട് പോയല്ലേ പറ്റൂ. ഇതിനകത്ത് അഭിലാഷം ഇപ്പൊ നേരത്തെ സുരേഷ് പറഞ്ഞപ്പോ തന്നെ സുരേഷ് വനം ഭൂമി നശിക്കുന്നതും അതേപോലെ തന്നെ അതിന് തുല്യമാണ് തേക്ക് കാടുകൾ എന്ന് പറയുന്ന ഭൂമിയും അതെല്ലാം നശിക്കുന്നതിന് സുരേഷ് പറഞ്ഞ കണക്ക് തന്നെ വെച്ച് നോക്കിയാൽ നൂറ്റാണ്ടുകളായി നമുക്കിത് നിർമ്മിക്കാൻ എളുപ്പമല്ല. ഒരു പരിസ്ഥിതി കെട്ടിപ്പടുക്കാനും ഒരു വനം വെച്ചുപിടിപ്പിക്കാനും എളുപ്പമല്ല. നൂറ്റാണ്ടുകളായി പ്രകൃതി നമുക്ക് നൽകിയ ഈ ജീവന്റെ അംശത്തെ ഹനിച്ചുകൊണ്ട് ഈ ചെറിയ ഒരു വൈദ്യുതി നമ്മുടെ മൊത്തം വൈദ്യുതി പ്രശ്നത്തിന്റെ ഒരു ചെറിയ ശതമാനത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. അതും നേരത്തെ ശ്രീ മനോജ് കൊണ്ട് കാണിച്ച പോലെ മഴക്കാലത്ത് മാത്രം ഇത്ര വെള്ളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്കറിയാലോ കാലാവസ്ഥാ വ്യതിയാനം ഓരോ വർഷം ചെല്ലും തോറും അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴയുടെ അളവ് കുറയുന്നു. ഇതെല്ലാത്ത ഊർജ്ജമാർഗമുണ്ട്, എത്രയോ മാർഗങ്ങളുണ്ട്. ഒന്നും മറിച്ച് ചെറിയ ചെറിയ പദ്ധതികൾ ഓരോ പ്രദേശത്തിന് നോക്കി. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതി അവിടെ തന്നെ സോളാർ പാനൽ സ്ഥാപിച്ചുകൊണ്ട് അവിടെ എടുത്ത് ബാക്കി KSEBിയുടെ പൂളിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാണ്. അത്തരത്തിൽ നമുക്ക് ഓരോ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ കൊച്ചു വൈദ്യുത സ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ അതിന് ഒരു പക്ഷേ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ലേശം കൂടിയാലും ലോങ് ലൈഫ് നോക്കുമ്പോൾ അത് കൂടുതൽ ഗുണകരമാകും. ആ രീതിയിലേക്ക് നമ്മുടെ ശൈലി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് നമ്മുടെ കൈവശം നമ്മളൊക്കെ ജനിക്കുന്നേക്കാളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് കിട്ടിയ പാരമ്പര്യമായി കിട്ടിയ പ്രകൃതിയുടെ വരദാനത്തെ ഒരു ചെറിയ നിലയിൽ പോലും ഹരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല. ഒറ്റ കാര്യം കൂടി, ഞാനിപ്പോ ഈ ചാലക്കുടി കോടയുടെ തീരത്ത് ഉള്ള ജനപ്രതിയാണ്. അവിടെ നിന്ന് ഒഴുകി വരുന്ന ജലം ഉപയോഗിച്ച് വെള്ളം കുടിക്കുകയും അവിടുന്ന് ജലം ഉപയോഗിച്ച് കൃഷി നടത്തുകയും ചെയ്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരു ആളാണ്. അവിടെ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ എല്ലാ തടസ്സവാദങ്ങളും കൊണ്ടുവന്നാൽ ഉണ്ടാകുന്നത് ഇതിന് താഴ്വാരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തെ അത് ബാധിക്കും, അവിടെ കൃഷിയെ ബാധിക്കും. ശരി, അതാണ് താങ്കൾ ഉന്നയിക്കുന്ന വാദം. ശ്രീ സുരേഷ് കുമാർ
സുനിൽകുമാർ, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പാരിസ്ഥിതിക പ്രശ്നം, ആവാസ വ്യവസ്ഥയുടെ പ്രശ്നം. കേരളത്തിൽ നദികളെ എടുത്താൽ ഏറ്റവും അധികം ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഏറ്റവും വ്യത്യസ്തമായ മത്സ്യ സ്പീഷീസുകളുള്ള നദിയാണ് ചാലക്കുടി പുഴ. ആ ചാലക്കുടി പുഴയിലാണ് ഏറ്റവും വൈവിധ്യമാർന്ന ജലസസ്യങ്ങളുള്ളത്. ഇങ്ങനെ ഉള്ള ഒരു പുഴയെ നശിപ്പിക്കുമോ? ഈ റിസർവോയർ പണിതാൽ അല്ലെങ്കിൽ വൈദ്യുതോൽപാദന സംവിധാനം പണിതാൽ അതിന് ശേഷമുള്ള പുഴയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ മത്സ്യസമ്പത്തിൻ്റെ പ്രശ്നം, ഈ ജലസസ്യ വൈജാത്യങ്ങളുടെ പ്രശ്നം, ഇവയൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കോസ്റ്റ് കൂടി കണക്കാക്കൂ, എന്നിട്ട് നമുക്കാകെ എത്ര ചെലവാകും എന്ന് പറയൂ. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാദമാണ് അതിരപ്പള്ളി പദ്ധതിയെ സംബന്ധിച്ച് വരുന്നത്. ഒന്ന്, അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കുന്ന സ്ഥലം പൊരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസിന് താഴെയാണ്. ആ പവർ ഹൗസിൽ നിന്ന് 110 kV ലൈൻ ചാലക്കുടി വരെയുണ്ട്. ചാലക്കുടിയിൽ നിന്ന് ഷോളയാറിലേക്ക് ഒരു സ്റ്റേറ്റ് ഹൈവേ പോകുന്നുണ്ട്. ഈ സ്റ്റേറ്റ് ഹൈവേയുടെയും 110 kV ലൈനിന്റെയും പവർ ഹൗസിന്റെയും ഇടയ്ക്കുള്ള ഒരു ത്രികോണത്തിന്റെ ഉള്ളിലാണ് അതിരപ്പള്ളി പദ്ധതിയുടെ റിസർവോയർ വരുന്നത്. എന്ന് പറഞ്ഞാൽ 110 kV ലൈനിന്റെ താഴെ ഒരു മരം പോലും ഇപ്പം നിലവിലില്ല. റോഡിന്റെ മുകളിലും ഒരു മരം പോലും ഇപ്പം നിലവിലില്ല. മാത്രമല്ല, ഈ പ്രദേശത്ത് നേരത്തെ മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ 1942-44 കാലത്ത് ക്ലിയർ സെല്ലിംഗ് നടത്തി മുഴുവൻ മരവും മുറിച്ചു നീക്കിയതിന് ശേഷം ആ മരത്തിന്റെ കുറ്റിയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള കാട് മാത്രമേ ഈ പ്രദേശത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് യഥാർത്ഥത്തിൽ ഒരു പദ്ധതി പ്രദേശത്തിന് തൊട്ടു താഴെ രണ്ടു ഭാഗത്തും റോഡും അതുപോലെ തന്നെ 110 kV ലൈനും പൂർണ്ണമായും മരം മുറിച്ചു മാറ്റപ്പെട്ട് കിടക്കുന്ന, തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ പ്രദേശത്ത് ഉണ്ടാക്കുന്ന ഒരു പദ്ധതി. ഈ പദ്ധതിയിലുള്ള വെള്ളം ചാലക്കുടി പുഴയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ടി എൻ പ്രതാപൻ പറഞ്ഞു. ചാലക്കുടി പുഴയില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെരുങ്ങിയലായി ഒരു സോഴ്സ്, വേനൽക്കാലത്ത് വെള്ളം വരുന്ന ഒരു സോഴ്സ് ഉണ്ടോ? എവിടുന്ന വെള്ളം വരുന്നത്? മുകളിൽ ഷോളയാർ, അതിന് മുകളിൽ അപ്പർ ഷോളയാർ, അതിനുശേഷം പെരിങ്ങൽകൂത്ത്. 3 റിസർവോയറിൽ കെട്ടി നിർത്തിയ വെള്ളം കൊണ്ടാണ് ചാലക്കുടി പുഴയിൽ വെള്ളമുള്ളത്. കേരളത്തിൽ വെള്ളമുള്ള ഏത് പുഴ നിങ്ങൾ പരിശോധിച്ചോ, വേനൽക്കാലത്ത് വെള്ളമുള്ള ഏത് പുഴ നിങ്ങൾ പരിശോധിച്ചോ, ആ പുഴയ്ക്ക് മുകളിൽ ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടായിരിക്കും. അല്ലാത്ത ഒരൊറ്റ പുഴ കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഭാരതപ്പുഴയിൽ ഒരൊറ്റ ജലവൈദ്യുത പദ്ധതി പോലും ഇല്ല. അതുകൊണ്ട് ഭാരതപ്പുഴയിൽ വേനൽക്കാലത്ത് വെള്ളമില്ല. കുറ്റ്യാടിപ്പുഴയിൽ വെള്ളമുണ്ട്, കാരണം അതിന് മുകളിൽ ജലവൈദ്യുത പദ്ധതിയുണ്ട്. പമ്പയിൽ വെള്ളമുണ്ട്, അതിന് കാരണം മൂഴിയാറുണ്ട്, കക്കാടുണ്ട്, മണിയാറുണ്ട്. പെരിയാറിൽ വെള്ളമുണ്ട്, അതിന് കാരണം മുകളിൽ മാട്ടുപ്പെട്ടി മുതൽ ലോവർ പെരിയാർ വരെയുള്ള നിരവധി പദ്ധതികളുണ്ട്. മൂവാറ്റുപുഴ ആറിൽ വെള്ളമുണ്ട്, അതിന് കാരണം ഇടുക്കി പദ്ധതിയുടെ വെള്ളം പെരിയാർ നദിയിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നത് ഈ പറയുന്ന മൂവാറ്റുപുഴ ആറിലേക്കാണ്. ഇങ്ങനെ കേരളത്തിലെ വേനൽക്കാലത്ത് കേരളത്തിലെ പുഴകളിൽ വെള്ളമുണ്ടാക്കുന്ന പദ്ധതി. ശരി, അങ്ങനെയാണ് താങ്കളുടെ വാദം. ഡോക്ടർ വിജയൻ, അങ്ങനെ ചാലക്കുടി പുഴ വരണ്ടു പോകണമെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മുകളിലേക്കുള്ള റിസർവോയറുകളുടെ വലിയ നിര ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വെള്ളം വരുന്നതും ആ ജൈവ വൈവിധ്യം അവിടെ നിലനിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഒരു റിസർവോയർ കൂടി പണിതാൽ ഇപ്പോഴുള്ളതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വരാൻ പോകുന്നത്? അത് ഇപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ചാലക്കുടി പുഴയിൽ പണിയാവുന്നതിന് മാക്സിമം നമ്പർ റിസർവോയറും കാര്യങ്ങളും വന്നു കഴിഞ്ഞു. ഇനിയുള്ളത് കുറച്ച് ഫോറസ്റ്റാണ്. അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവറൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുഴയോര കാടുകൾ ഈ ലെവലിൽ, ഇതേ എലിവേഷനിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ല. ഇതേ കമ്പോസിഷനിൽ, ഇതേ ഈ മരങ്ങളുടെ സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുമാതിരിയുള്ള പുഴയോര കാടുകൾ എങ്ങുമില്ല എന്ന് ഞങ്ങൾ വൃത്തിയായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഡാറ്റ ഞങ്ങളുടെ അടുത്തുണ്ട്. അത് നശിപ്പിച്ച് കളയരുത്. അതൊന്ന്. 2, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള മത്സ്യസമ്പത്ത്, അത് എങ്ങനെ ഇത്രയധികം മത്സ്യസമ്പത്ത് അവിടെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു മിസ്റ്ററിയാണ്. അത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. പല പുതിയ സ്പീഷീസും 6 പുതിയ സ്പീഷീസ് അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 6 പുതിയ സ്പീഷീസ്. അതുപോലെ പല പ്രാധാന്യങ്ങളും അവിടെയുണ്ട്. ഇനിയും അവിടെ ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഒരുപാട് പുതിയ സ്പീഷീസ് അവിടെ നിന്ന് വരും. മത്സ്യങ്ങൾ മാത്രമല്ല, ഇൻസെക്ട്സ് വല്ലതും ഉണ്ടാവും. അവിടെ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. 2, ഇവിടെ ഒരു കണക്ക് പറയേണ്ടായി. 250 കോടി രൂപയുടെ ചെലവ് വരും നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുകയാണെങ്കിൽ എന്ന് സുരേഷ് പറഞ്ഞു.
പക്ഷേ ഈ ചാലക്കുടി പുഴയിലെ നമ്മുടെ ഈ പദ്ധതി, അതിരപ്പള്ളി പദ്ധതി വന്നാൽ എത്ര രൂപയുടെ നഷ്ടമായിരിക്കും, അതായത് പാരിസ്ഥിതിക മൂല്യങ്ങളുടെ നഷ്ടമായിരിക്കും വന്നിരിക്കുന്നത് കണക്കാക്കിയിട്ടുണ്ടോ? 500 കോടി രൂപയാണ്. ഓരോ വർഷവും 500 കോടി രൂപയുടെ പാരിസ്ഥിതിക നഷ്ടമാണ് അവിടെ വരുന്നതെന്ന് ഞങ്ങൾ അസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും ലാഭം നമുക്ക് ഈ പ്രൊജക്റ്റ് വന്നാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ UN ഒരു കണക്കനുസരിച്ചിട്ട് ആദ്യം നമ്മളൊരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണം ഒരു പദ്ധതിയെക്കുറിച്ചിട്ട്. അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈ പദ്ധതി കൊണ്ട് കിട്ടുന്ന ലാഭവും പാരിസ്ഥിതിക മൂല്യങ്ങൾ കിട്ടുന്ന ലാഭവും കണക്കിലെടുത്തിട്ട് ഏതാണ് മെച്ചമെന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ ഒരിക്കലും ഈ പദ്ധതി ലാഭകരമല്ല എന്ന് മനസ്സിലാവും. കാരണം 500 കോടി രൂപ ഓരോ വർഷവും 500 രൂപ കൂടെയുടെ പാരിസ്ഥിതിക മൂല്യങ്ങൾ ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ എടുത്താലും ഇത് സക്സസ് ആവില്ല, ഇത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ നല്ല കുറേ കണക്കുകളൊക്കെ സുരേഷ് പറഞ്ഞു. അതായത് അണക്കെട്ടില്ലാത്ത പുഴയിലെല്ലാം വെള്ളമില്ല എന്നുള്ളത്. എന്തായാലും കുന്തിപ്പുഴയിൽ വെള്ളം ഒഴുകുന്നുണ്ട്, അതിൻ്റെ മുകളിൽ അണക്കെട്ടൊന്നുമില്ല. അതുപോലെ പല പുഴകളുണ്ട് വെള്ളം ഒഴുകുന്നുണ്ടെന്നുള്ളത് സുരേഷ് മനസ്സിലാക്കണം. ഏറ്റവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ ഭാഷയിലാണ് സുരേഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് വളരെ വേദനാജനകരമായിട്ടുള്ള കാര്യമാണ്. ഇത് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ലോകം മുഴുവൻ വലിയ ഡാമുകൾ വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ ഡാമുകളിലേക്ക് പോകുന്നില്ല. കാരണം ഡാമുകളിൽ നിന്നും ഈ ഹരിത ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഡാമുകളിൽ നിന്നും ഗ്രീൻ ഹൗസ് ഗ്യാസസ് വരുന്നുണ്ട്. അത് ഹരിതഗൃഹങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഡാമുകളെ ലോകം മുഴുവൻ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും ഇനി ഒരു ഡാം കെട്ടുക. ശരി, ആ പോയിന്റിൽ ശ്രീ CP റോയ്, നമ്മൾ ഉള്ള ഡാമുകളെ ജലബോംബുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു, വീണ്ടും ഡാം പണിയുന്നു എന്നുള്ളത് വൈരുദ്ധ്യമായി തോന്നും. എന്താണ് പക്ഷേ മുൻപിലുള്ള ഒരു വഴി? ചെറിയ ചെറിയ പദ്ധതികളാണെങ്കിൽ ചെറിയ ചെറിയ പ്രത്യാഘാതങ്ങൾ അതിനും ഉണ്ടാകുമല്ലോ. നമുക്ക് 44 നദികളുണ്ട്. നദിയിലെ ജലസമ്പത്ത് ഉൽപാദനപരമായി പ്രയോജനപ്പെടുത്താം. അതൊരു ഇച്ഛാശക്തിയുള്ള സർക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് അതിൻ്റെ കൂടുതൽ പ്രയോജനം കിട്ടുകയും ചെയ്യും ജനങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ പരിസ്ഥിതി പ്രത്യാഘാതങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഏറ്റവും പ്രായോഗികമായ വഴി എന്താണ്? ഇപ്പോൾ നമ്മളിവിടെ ഈ ചർച്ചയ്ക്കിടയിൽ പറയുകയുണ്ടായി, ഈ വർഷത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കേരളത്തിൻ്റെ താപനില ക്രമാതീതമായി വർദ്ധിക്കുകയും വൈദ്യുതിയുടെ ഉപഭോഗം അതിനനുസരിച്ച് ക്രമാതീതമായി കൂടുകയും ചെയ്തു എന്ന് നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ പറയുകയുണ്ടായി. കേരളത്തിൻ്റെ കാലാവസ്ഥ അല്ലെങ്കിൽ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതിൻ്റെ കാരണവും ഇത്തരത്തിൽ നമ്മൾ വികസനത്തിൻ്റെയും പുരോഗതിയുടെയും വളർച്ചയുടെയും പുറകെ പോകുന്നതാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം, അതിന് പകരം വൈദ്യുതി ഉൽപ്പാദനം കൂട്ടൽ മാത്രമാണ് അതിനുള്ള പ്രതിവിധി എന്നാണ് നാം ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതം സുസാധ്യമാക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സൗകര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ഈ ചർച്ചയിൽ വരേണ്ടതുണ്ട്. അപ്പം ഒരു വിഭാഗം ആളുകളുടെ മാത്രം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അവരുടെ AC-യും അതുപോലെ തന്നെ മറ്റു സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം കേരളത്തിൻ്റെ താപനില എന്തുകൊണ്ട് ഇത്രമാത്രം ക്രമാതീതമായി വർദ്ധിച്ചു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇത്രയേറെ ഏതാണ്ട് 3400 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഏതാണ്ട് 6-7 മാസം വർഷകാലം അല്ലെങ്കിൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൻ്റെ കാലാവസ്ഥ മാറാൻ കാരണമായി, അതുവഴി വൈദ്യുതോപയോഗം കൂടാൻ കാരണമായി എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വൻ പ്രോജക്റ്റുകൾക്ക് ഇടം കൊടുക്കുന്ന ഒരു സമീപനം, ഒരു സാമ്പത്തിക നയമാണ് കേരളം സ്വീകരിക്കുന്നത്.
അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വൻ പ്രോജക്റ്റുകളുമായി നമ്മൾ രംഗത്ത് അതാണ് വരുന്നത്. താങ്കളുടെ അഭിപ്രായം. ശ്രീ PM മനോജ്, ശരിയാണ്, മുൻ LDF സർക്കാരുകൾ നടപ്പാക്കാൻ ശ്രമിച്ച പദ്ധതിയാണ്. പക്ഷേ പാരിസ്ഥിതിക അനുമതി എന്ന കടമ്പയിൽ തട്ടി അത് പ്രായോഗികമാകാതെ പോയി. പക്ഷേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മാറുന്നുണ്ടല്ലോ. അതുകൊണ്ട് മുൻപ് LDF ഇക്കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി ചർച്ച ചെയ്യേണ്ടതില്ല എന്നില്ലല്ലോ. വിശാലാടിസ്ഥാനത്തിലുള്ള ഒരു സമവായമില്ലാതെ, അത് മുന്നണിക്കകത്തും പുറത്തും വിശാലാടിസ്ഥാനമായൊരു സമവായം ഉണ്ടാക്കാതെ അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാനാകും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു വാശി വേണ്ടതില്ലല്ലോ. ഇപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് നമ്മളിങ്ങനെ വല്ലാത്ത രീതിയിൽ പറയുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രീ ഡോക്ടർ വിജയൻ, അദ്ദേഹം എങ്ങനെയാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം ഡീസലിൽ ഓടിക്കുന്ന കാറിലല്ലേ സഞ്ചരിക്കുന്നുണ്ടാവുക. ആ കാറിൽ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ അദ്ദേഹം എത്രമാത്രം കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും പുറത്ത് തള്ളിയിട്ടുണ്ടാവുക, എത്രമാത്രം പാരിസ്ഥിതിക മലിനീകരണമായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇങ്ങനെ ഓരോന്നെടുത്ത് പറയുമ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്ന ഈ ചർച്ച തന്നെ ഇപ്പോൾ നിർത്തി വെക്കേണ്ടി വരും. കാരണം നമ്മളെല്ലാം ഈ ഡീസലിൽ ഓടിക്കുന്ന കാറ് കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ ചർച്ച തന്നെ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമായി മാറും. അതുകൊണ്ട് അത്തരം ഒരു സാങ്കേതികമായിട്ടുള്ള നൂലാമാലകളിലേക്കല്ല പോകേണ്ടത്, പ്രായോഗികമായ വിഷയങ്ങളിലേക്കാണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിരപ്പള്ളി അത് വലിയ വൻകിട പദ്ധതിയൊന്നുമല്ല. അത് 163 മെഗാവാട്ടുള്ള പദ്ധതിയാണ്. അത് തന്നെ കേരളത്തിൻ്റെ ഈ വൈദ്യുതി ലഭ്യതയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. അത് എങ്ങനെ പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന രീതിയിൽ നടപ്പാക്കാം. അതുപോലെ ചെറുകിട പദ്ധതികൾ, ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതികൾ എങ്ങനെ നടപ്പാക്കാം. ഇപ്പോൾ സോളാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നം ഒഴിവാക്കുന്ന ഒരു പദ്ധതിയാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് സോളാർ പദ്ധതി വന്നു, അത് സരിത കൊണ്ടുപോയി. നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സമവായത്തിൻ്റെ വഴിയാണ് വേണ്ടത്, ചർച്ചയുടെ വഴിയാണ് വേണ്ടത്. അത് CPIയും തമ്മിൽ അടിയാണ്, ഉടക്കാണ്, പരിസ്ഥിതി പ്രവർത്തകരും CPMും തമ്മിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നമാണ് എന്നല്ല വേണ്ടത്. ശ്രീ വിജയനും ഈ ഇരിക്കുന്ന PM മനോജിനും അതുപോലെ അപ്പുറത്തിരിക്കുന്ന MG സുരേഷ് കുമാറിനും ഒക്കെ സ്വീകാര്യമായ, അത് കേരളത്തിന് സ്വീകാര്യമായ വഴി, അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാം എന്ന ചർച്ചയാണ് വേണ്ടത്. അതിൽ ഇതുപോലൊരു കോൺഫ്രണ്ടേഷൻ ആണ് ഇത് എന്ന മട്ടിൽ, അതായത് തുടക്കത്തിൽ തന്നെ ഭരണമുന്നണിയിൽ തമ്മിലടി എന്ന മട്ടിലുള്ള ചർച്ചയല്ല വേണ്ടത് എന്ന യാഥാർത്ഥ്യമാണ് അഭിലാഷും ഞാനും ശ്രീ വിജയനും സുരേഷും ഒക്കെ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. ശ്രീ TN പ്രതാപൻ, ഇക്കാര്യത്തിൽ ശരിയാണ്, തൃശ്ശൂർ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നിലപാടുണ്ട്. അതിന് പ്രാദേശിക രാഷ്ട്രീയ ഘടകങ്ങൾ ഒരു കാരണവുമാണ്. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയമായ തടസ്സം UDFിൻ്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ ഈ പദ്ധതി ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുമോ? അല്ല അഭിലാഷ, കേവലം ഇത് തൃശ്ശൂർ ജില്ലയിലെ, ഇപ്പൊ ഞാനെന്തോ തൃശ്ശൂർ ജില്ലക്കാരനായതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെയോ അല്ലെങ്കിൽ ചാലക്കുടിയിലെ പ്രാന്തപ്രദേശത്തുള്ള ആളായതുകൊണ്ടുള്ള ഒരു പ്രാദേശിക വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിക്കുകയും ഇത് DPR ഉണ്ടായ കാലത്തെ അന്നത്തെ കാലാവസ്ഥയും അതിനുശേഷമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടിയാണ് ഈ കാര്യത്തിൽ ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇത് ഒരു കാരണവശാലും ഒരു സംശയം വേണ്ട. ഇതിനകത്ത് ഈ നിയമസഭയ്ക്ക് ഉള്ളിൽ തന്നെ ഞാനും ശ്രീ ആര്യാടൻ മുഹമ്മദും തമ്മിൽ, അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് ഈ കാര്യത്തിൽ വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ CPIയുടെ നിലപാടും ഞങ്ങളെ പോലെയുള്ള കോൺഗ്രസുകാരുടെ നിലപാടും ഒക്കെ ഒരേ നിലപാടാണ്. ഈ നിലവിലുള്ള നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ അത് ഒന്നും കൂടി നന്നാക്കാൻ വേണ്ടി, അതിൽ നിന്നും ഉദ്ദേശിച്ച മുഴുവൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ റിനോവേഷൻ അവിടെ വരുത്തണമോ അതിനുവേണ്ടി ശ്രമിക്കുക, മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടുപിടിക്കുക എന്നല്ലാതെ അതിരപ്പള്ളി പദ്ധതി അവിടെയുള്ള വനവും അതും 1 ഏക്കർ ഭൂമിയായ പോലും, ഇവിടെ നേരത്തെ സുരേഷ് പറഞ്ഞേക്കുമ്പോ ഇത് വളരെ കുറച്ച് ഭൂമിയാണെന്ന് പറഞ്ഞു. ശരി, 1 ഏക്കർ ഭൂമിയായാൽ പോലും ആ 1 ഏക്കർ ഭൂമിയിൽ വനം സൃഷ്ടിക്കാൻ ഒരു നൂറ്റാണ്ട് ഒരു ഗവൺമെന്റ് വന്നാലും കഴിയുന്നതല്ല, ഒരു ഗവൺമെന്റും കഴിയുന്നതല്ല. അപ്പൊ ഒരു ചെറിയ പാരിസ്ഥിതിക നാശം പോലും ഉണ്ടാക്കുന്ന രീതിയിൽ അതിരപ്പള്ളി പദ്ധതിയുമായി വന്നാൽ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. CPIയും ഞങ്ങൾ എല്ലാവരും കൂടി ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. എന്തായാലും CPIയുടെ നിലപാട് ചാനൽ ചർച്ചകളിലോ പൊതുവേദികളിലോ വ്യക്തമാക്കേണ്ടതില്ല LDF ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് മുൻപ് എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അതുകൊണ്ടാണ് CPIയുടെ പ്രതിനിധികളെ ഈ ചർച്ചയിൽ ലഭിക്കാത്തത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PM മനോജ്, ശ്രീ TN പ്രതാപൻ, ശ്രീ ഡോക്ടർ VS വിജയൻ, ശ്രീ റോയ്, ശ്രീ സുരേഷ് കുമാർ.